ഹായ് ഗൈസ്, എല്ലാവർക്കും കാനൻ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് 2-in-1 റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ പരിപ്പ് വേവിച്ചിട്ട് കുക്കറിൽ വേവിച്ചിട്ട് അത് രണ്ടായി പകുത്ത് വെച്ചിരിക്കുകയാണ്. ഒരെണ്ണത്തിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ, മറ്റേത് പരിപ്പ് കറി. വലിയ ബൗളിലുള്ളത് പരിപ്പ് കറി ആക്കാനുള്ളതാണ് കേട്ടോ. ചെറിയ ബൗളിലുള്ള പരിപ്പ് കൊണ്ടാണ് നമ്മൾ വേറൊരു ഈസി റെസിപ്പി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വിൽ സീ ഇറ്റ് വാട്ട് വി ആർ ഗോയിങ് ടു മേക്ക്. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ചില കുട്ടികൾ നോൺ വെജ് കഴിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് നോൺ വെജിൽ തന്നെ ചില ശീലങ്ങളൊക്കെ ഉണ്ട്. ചിലത് മാത്രമേ കഴിക്കുകയുള്ളൂ, അങ്ങനെയൊക്കെയുള്ള വാശികളുള്ള ചില കുട്ടികളൊക്കെ ഉണ്ടാവും. അവർക്ക് ചില തരത്തിലുള്ള വെജിറ്റബിൾ കറിയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വീടുകളിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് പരിപ്പ് വേവിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കറിയും കൂടി, പരിപ്പ് കറി, എരിവുള്ള പരിപ്പ് കറിയുടെ കൂടെ തന്നെ ഇതുപോലത്തെ വേറൊരു പോർഷൻ മാറ്റി വെച്ചാൽ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി, അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പരിപ്പ് കറിയും കൂടി ഉണ്ടാക്കാം. രണ്ടും അറ്റ് ദ സെയിം ടൈം ഒരേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഈസിയാണ്. നമുക്ക് രണ്ട് കൂട്ടരെയും, രണ്ട് തരത്തിലുള്ള ടേസ്റ്റുള്ള ആളുകളെയും സാറ്റിസ്ഫൈ ചെയ്യാനും പറ്റും കേട്ടോ. ഇപ്പോൾ പരിപ്പ് കറി വേവിക്കുമ്പോൾ മാത്രം കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ചോറിനാണെങ്കിലോ പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ പരിപ്പ് അധികം വേകുന്നത് മിക്ക ആളുകൾക്കും ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. ഇതുപോലത്തെ ഒരു വേവായിരിക്കും ആളുകൾക്ക് ഇഷ്ടം. പക്ഷേ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പരിപ്പ് കറി കുറച്ചൊന്ന് വെന്താലേ പറ്റുള്ളൂ. അപ്പോൾ ഒന്നും കൂടി കുക്കറിലിടാം, അല്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി വേവിക്കാൻ പതിയെ വെച്ചാൽ മതി. അപ്പോൾ ഈ പരിപ്പ്, എൻ്റെ ചപ്പാത്തിക്കുള്ള പരിപ്പ് കറിയുടെ സെറ്റായി കഴിഞ്ഞു, റെഡി ടു സെർവ് വിത്ത്. പരിപ്പ് കറിക്ക് ഓൾറെഡി നമ്മൾ ഉള്ളിയോ സവാളയോ വെളുത്തുള്ളി കുറച്ച് ഇഞ്ചിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പരിപ്പ് കറിക്ക് വേണ്ടി എടുക്കുമല്ലോ. ആ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ അതിന് മതി. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ജീരകം വേണം, പിന്നെ കുറച്ച് തേങ്ങാപ്പാലും വേണം. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കണം, അത് മാത്രമല്ല അഡീഷണലായിട്ട് വേണ്ടത് മറ്റേ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ വേവിക്കണമെന്നില്ല, ഇത് കുറച്ചും കൂടി വേവാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചേക്കുവാണ്. നമുക്ക് ടൈം കുറവാണെങ്കിൽ നേരത്തെ വേവിച്ച് വെച്ചത് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കി, ചെറുതായിട്ടൊന്ന് കറക്കിയാൽ അത് ഒരു കുഴമ്പ് പരുവത്തിൽ വരും. അപ്പോൾ അത് അതിൻ്റെ ടെക്സ്ചർ അങ്ങനെയാണ്. ഭയങ്കരമായിട്ട് കുഴമ്പാവണ്ട, എന്നാലും ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് കേട്ടോ. ഒറ്റ കറക്കം മതിയാവും. നമ്മൾ പരിപ്പ് വേവിച്ചത് അടുപ്പയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് വെച്ചിട്ടുണ്ടല്ലോ, കുറച്ചും കൂടി വേകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഇത്രയും സാധനങ്ങൾ കൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് സവാള, വേപ്പില, ഒരു പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, ഒരു സ്മോൾ പോർഷൻ നമ്മൾ മാറ്റി വെച്ച പരിപ്പ് ഏകദേശമൊക്കെ സെറ്റായി വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് അത് ജെല്ലാവാനുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ സവാള കുറച്ച് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു, പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. കുറച്ച് നേരം അതിൽ കിടന്നതൊന്ന് ഒരു കുഴമ്പ് പരുവത്തിലാവട്ടെ കേട്ടോ. ഇതിലേക്ക് കുറച്ച് ജീരകവും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് തേങ്ങാപ്പാലും ആഡ് ചെയ്യാം. തേങ്ങാപ്പാൽ ലാസ്റ്റാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. തേങ്ങാപ്പാലൊക്കെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കി ഇതൊന്ന് സെറ്റാവട്ടെ കേട്ടോ. നമുക്ക് മൂടി വെക്കാം കുറച്ച് നേരത്തേക്ക്. ഒരു കുറച്ചളവിൽ ജീരകവും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5-8 ജീരകം മതിയാവും. തേങ്ങാപ്പാലിനുള്ള തേങ്ങ റെഡി ആയിട്ടുണ്ട്. ചെറിയ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കട്ടെ. ആൻഡ് ഇത് സദ്യയിലൊക്കെ കട്ടിപ്പരിപ്പ് എന്നുള്ള രീതിയിലൊക്കെ വിളമ്പാറുണ്ട്. കട്ടിപ്പരിപ്പിൻ്റെ റെസിപ്പിയാണ് ഇതെന്ന് പറഞ്ഞാൽ സദ്യ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ എന്നെ ഓടിച്ചിടും. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊന്നും എനിക്ക് വലിയ പിടിയില്ല. ഇത് ഞാൻ കാട്ടിക്കൂട്ടുന്ന ഒരു റെസിപ്പിയാണ്. ഇത് കുഞ്ഞു മക്കൾക്കും ഇത് വളരെ ന്യൂട്രീഷ്യസ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ പരിപ്പുണ്ട്, ഓൾറെഡി പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്, തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, ഒക്കെ ഫാറ്റ് റിച്ച് ആണ്. അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കാർബോഹൈഡ്രേറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടും ഈ പരിപ്പ് വേവിക്കാം. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കുമ്പോൾ അധികം എരിവൊന്നും എടുക്കില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ എരിവെന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്യുന്ന പച്ചമുളക് മാത്രമാണ്, വേറൊരു മുളകിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. കുഞ്ഞു കുട്ടികൾക്കും ഒരു പോഷകാഹാരം എന്നുള്ള രീതിയിൽ നമുക്കിത് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് എന്താ, നമ്മൾ ഈ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിക്കുകയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളക്കില്ല. തേങ്ങാപ്പാൽ അങ്ങോട്ട് കറക്കി അങ്ങ് ഒഴിക്കുക. തേങ്ങാപ്പാൽ അങ്ങനെ ഇരിക്കട്ടെ. എന്ത് കറിയും തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നല്ല ടേസ്റ്റിയാണ് അല്ലേ. അതൊന്ന് ചെറിയ തീയിൽ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ആ ഒരു സത്ത് പരിപ്പിലേട്ടൊക്കെ പോയി. ഇനി ആവശ്യത്തിന് എന്തായാലും ഉപ്പ് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ കുറച്ചൊരു ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളയാവുമ്പോഴേക്കും നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, മെയിൻ സ്റ്റെപ്പ് ചെയ്യാം. നമ്മുടെ തേങ്ങാ കറി
പരിപ്പ് തേങ്ങാക്കറി ഫൈനലായിട്ടുണ്ട്. അതിൽ തിള വന്നു കഴിഞ്ഞു. ഇനി ലാസ്റ്റത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ വെളിച്ചെണ്ണ. ആ വെളിച്ചെണ്ണ അങ്ങോട്ട് സർക്കിൾ ചെയ്ത് അങ്ങോട്ട് ഇടുക. അതിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയ ശേഷം സൂണെടുത്ത് മാറ്റിക്കും. നമ്മുടെ അടിപൊളി കിടിലോസ്കി പരിപ്പ് തേങ്ങാക്കറി റെഡിയാണ് കേട്ടോ. ഇതിന് ഇത്രയും പാല് ഒഴിക്കാതെ കുറച്ച് പാലെടുത്താൽ നിങ്ങൾക്ക് ഇതൊരു കട്ടിപ്പരിപ്പ് പോലെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഉരുളക്കിഴങ്ങും കൂടി ആഡ് ചെയ്യണത് നല്ലതാണ്, കുറച്ചും കൂടി ന്യൂട്രീഷ്യസ് ആയിരിക്കും. അപ്പോൾ മസ്റ്റായിട്ടും കുഞ്ഞുങ്ങൾ പിടിവാശി കാണിക്കുന്ന കുഞ്ഞുങ്ങളുള്ള വീടുകളിലും ചെറിയ കുട്ടികൾക്കും ഒക്കെ, നോൺ വെജ് ആഗ്രഹിക്കാത്ത കുട്ടികൾക്കും ഒക്കെ പറ്റിയ ഒരു ഫുഡ് ഐറ്റമാണ് കേട്ടോ. നമുക്ക് ഈസി 2-in-1 റെസിപ്പി എന്ന് പറഞ്ഞില്ലേ, അതേപോലെ പരിപ്പ് കറി വീട്ടിലുണ്ടാക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ഒരു പോർഷൻ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. വാങ്ങി വെക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് പച്ചവേപ്പിലയും കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണം. നോക്കുക, പച്ചവേപ്പിലയുടെയും പച്ച വെളിച്ചെണ്ണയുടെയൊക്കെ ഒരു സ്മെല്ല് വീട്ടിൽ വേവിച്ച് നമ്മുടെ സ്ത്രീകളുടെയൊക്കെ ഒരു ബുദ്ധി, ഒരു പരിപ്പ് വേവിച്ച് കഴിഞ്ഞാൽ 2 ഗുണമുണ്ടെന്ന് അവരറിയില്ലല്ലോ.